വടകര നഗരസഭയെ സംസ്ഥാനത്തെ മികച്ച നഗരസഭയാക്കാൻ പരിശ്രമിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശശി പറഞ്ഞു. വടകര ഡെവലപ്മെന്റ് ഫോറം നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര നഗരസഭയെ സംസ്ഥാനത്തെ മികച്ച നഗരസഭയാക്കി മാറ്റാൻ നടപ്പാക്കുന്ന വിഷൻ 2030 പദ്ധതി ജനകീയ പിന്തുണയോടെയാണ് നടപ്പാക്കുക എന്നും അതിൽ പുതിയ തലമുറയുടെ വികസന കാഴ്ചപ്പാടിന് മുൻഗണന നൽകുമെന്നും വടകര നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശശി പ്രസ്താവിച്ചു. വടകര ഡെവലപ്മെന്റ് ഫോറം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശശിക്കും വൈസ് ചെയർപേഴ്സൺ കെ.എം. ഷൈനിക്കും ബസ് ഓപ്പറേറ്റേഴ്സ് ഹാളിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡിന് ശേഷം പലതരത്തിലുള്ള വീടുകൾക്ക് ശേഷം ഉറങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് പല ഭാഗങ്ങളിൽ നിന്നും പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെ പരിഹരിച്ചു പോകണം എന്നുള്ളത് ഇവിടെ ഇപ്പോൾ വളരെ ഒട്ടേറെ വ്യാപാരി വ്യവസായികളും മറ്റ് പ്രധാനപ്പെട്ട ആളുകളുമുണ്ട്. എങ്ങനെ പരിഹരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പൂർണ്ണമായിരിക്കുന്നത് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകേണ്ടതുണ്ട്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഫുഡ് കോർട്ടുകൾ പോലെ വലിയ മറ്റൊരു ദൈവദൂരത്തിലും കാണുന്നതിലെ ഫുഡ് കോർട്ടുകൾക്ക് അത്തരം സംവിധാനം നമ്മൾ നിലനിർത്തുകയോ ഈ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ രാത്രികാലങ്ങളിൽ യാതൊക്കെ ഇല്ലാതെ വന്ന് ഭക്ഷണം കഴിക്കുകയും ആഹ്ലാദിച്ച് പോകുവാൻ കഴിയാവുന്ന രീതിയിലേക്ക് വളരെ പഠനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് അറിയണം. വൻകിട പഠനങ്ങളിലൊക്കെ ആ സംവിധാനം ആ രീതിയിലേക്ക് സാഹചര്യം ധാരാളം ആധുനിക സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ആധുനിക മനുഷ്യന്മാരായിട്ടാണ് രൂപപ്പെട്ടു വരുന്നത്. നേരത്തെ എൻ്റെ പ്രായം അതിൻ്റെ അപ്പുറത്ത് പ്രായമുള്ള ആളുകളൊന്നും ജീവിച്ച കാലഘട്ടമല്ല, എന്നൊരു പുതിയ തലമുറയാണ് വരുന്നത് എന്നതുകൊണ്ട് പുതിയ തലമുറയുടെ ഭാവനവും അവരെ അതിജീവിക്കുന്നതനുസരിച്ച് നമുക്ക് വടകരയിൽ മാറുവാൻ വേണ്ടി കഴിയണം. അങ്ങനെ മാറുവാൻ വേണ്ടി കഴിയില്ലെങ്കിൽ അത് നമ്മൾ എല്ലാ തലമുറയിലും ചെയ്യുന്നത് അങ്ങേയറ്റം പ്രഭാതമായിരുന്നു എന്നതാണ്. അതൊക്കെ എങ്ങനെ നടക്കാക്കി പോകാം എന്നതിനെ സംബന്ധിച്ച് ചടങ്ങിൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ. നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ കെ.എം. ഷൈനി, കെ.എൻ. വിനോദ് ചെറിയത്ത്, എ.പി. ഹരിദാസൻ, വി. അസീസ്, അഡ്വക്കേറ്റ് കായക്കരാജൻ, കരിപ്പള്ളി രാജൻ, കെ.പി. ചന്ദ്രശേഖരൻ, ടി.കെ. രാംദാസ്, എം. പ്രകാശ്, അഡ്വക്കേറ്റ് വിനൽകുമാർ, എം.കെ. ഗോപാലൻ, പി. കുഞ്ഞാമു, മുഹമ്മദ് സൽവ, പി. കുഞ്ഞിക്കണ്ണൻ, ഷിജു കെ. കരിമ്പനപ്പാലം, അനിൽകുമാർ, സി.കെ. ഇരിങ്ങൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.